എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നതിന് അവസരം തന്ന കോട്ടയം എസൻസ് ഗ്ലോബലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ആരംഭിക്കുകയാണ്. പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഉന്നത കുലജാതർ എന്നാണ്. ഈ ടൈറ്റിലിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. 1-2 മാസം മുന്നേ നമ്മുടെ സിനിമാ നടനായ MP ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പരാമർശത്തിൽ വന്ന ഒരു വാക്കാണ് ഉന്നത കുലജാതർ എന്നൊരു വാക്ക്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രസൻറ്റേഷൻ ഈ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പരാമർശമോ അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നുമല്ല ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഉന്നത കുലജാതർ എന്ന് പറഞ്ഞാൽ ആരാണ്, അങ്ങനെ ഒരു ഉന്നത കുലജാതർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചരിത്രത്തിൻ്റെ പരിശോധനയാണ് ഈ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് ഒരു ആധുനിക പുരോഗമന സമൂഹത്തിന് ഒട്ടും അഭികാമ്യമല്ലാത്ത ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചരിത്രം കുഴിച്ചു നോക്കി അതിൻ്റെ മുറിവുകളും വടുക്കളും ഒന്നും വീണ്ടും വ്രണപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ല. മറിച്ച് ചരിത്രം പഠിക്കുക, ചരിത്രത്തെ മനസ്സിലാക്കുക, ആ ചരിത്രത്തിലെ പോരായ്മകളെ തിരസ്കരിച്ചുകൊണ്ട് ഈ വർത്തമാന സമൂഹത്തിൽ പുരോഗമനാത്മകമായി നല്ല രീതിയിൽ ജീവിക്കുക എന്നതാണ് ഈ പ്രസൻറ്റേഷൻ നടത്തുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്കറിയാം, ജാതി, ഈ ഉന്നത കുലജാതർ എന്നുള്ള പ്രയോഗമൊക്കെ വരുന്നത് ജാതിയിൽ നിന്നുമാണ്. ഇത്തരം ഒരു പ്രയോഗത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ് ഈ ജാതി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ജാതിയുടെ തുടക്കം എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആര്യ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആര്യന്മാരുടെ കുടിയേറ്റത്തിന് ശേഷം ഇന്ത്യയിൽ വൈദിക കാലഘട്ടത്തിൽ, വേദകാലഘട്ടത്തിലാണ് ഈ വർണ്ണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഋഗ്വേദത്തിലെ 10-ാം സൂക്തത്തിൽ, പുരുഷ സൂക്തത്തിൽ പറയുന്ന ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഊരു തദസ്യ യദ്വൈഷ്യ പത്ഭ്യാം ശൂദ്രോ അജായത എന്ന ശ്ലോകമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വർണ്ണവ്യവസ്ഥ ആരംഭിക്കുന്നത്. വർണ്ണവ്യവസ്ഥ പറഞ്ഞാൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രം എന്നീ രീതിയിൽ മനുഷ്യരെ 4ആയി തിരിച്ചുകൊണ്ട് അവരെ 4 വർണ്ണങ്ങളായി തിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നിന്നാണ് ജാതി വ്യവസ്ഥയുടെ തുടക്കം ആരംഭിക്കുന്നത്. ഇത് പിന്നീട് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനവും പിന്നെ അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനവുമൊക്കെ മാറിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും മലീമസമായ രീതിയിലുള്ള ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് രൂപം കൊടുക്കുകയുണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ വർണ്ണാശ്രമ വ്യവസ്ഥ, ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയുമായി ഏറെ വ്യത്യാസമുള്ള ഒരു ജാതി വ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. കേരളത്തിലെ ജാതി ചരിത്രം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരള ചരിത്രം അന്വേഷിക്കുകയാണെങ്കിൽ, സംഘകാലഘട്ടത്തിലുള്ള തമിഴ് കൃതികളിൽ നിന്നാണ് നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘകാലഘട്ടത്തിൽ കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ കുറച്ച് കാലങ്ങൾ മുന്നേ ഇവിടെ നിന്നിരുന്ന രീതിയിലുള്ള ഒരു ജാതി വ്യവസ്ഥ ഈ സംഘകാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നതിന് തെളിവൊന്നുമില്ല. അന്ന് 5 തിണകളിലായി ജീവിച്ചിരുന്ന മനുഷ്യർ, മുല്ലൈ, പാലൈ, കുറിഞ്ചി, നെയ്തൽ മരുതം എന്നിങ്ങനെ 5 തിണകളിലായി ജീവിച്ചിരുന്ന മനുഷ്യർ, വ്യത്യസ്ത ജോലി ചെയ്തിരുന്ന മനുഷ്യരാണ് ഈ 5 പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നത്. ഈ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും ഇവർ തമ്മിൽ തൊട്ടുകൂടായ്മ, തീണ്ടികൂടായ്മ, അയിത്തം അല്ലെങ്കിൽ ജാതി ആചാരങ്ങളൊന്നും നിലനിന്നതിന് നമുക്ക് കൃതികളിൽ നിന്നോ അല്ലെങ്കിൽ സാഹിത്യങ്ങളിൽ നിന്നോ ഉള്ള തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ പിന്നീട് കേരളത്തിൽ ഈ ആര്യവൽക്കരണം നടക്കുമ്പോൾ, ആര്യവൽക്കരണം നടന്നത് എപ്രകാരമാണ് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ ഒരു 9-ാം നൂറ്റാണ്ടോടുകൂടി ഏകദേശം കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും കേരളത്തിൽ ബ്രാഹ്മണർ ഏറ്റവും ഉയർന്ന ജാതിയായി തീരുകയും ചെയ്തു. തുടർന്ന് ഭൂസ്വത്ത് മുഴുവൻ തന്നെ ബ്രാഹ്മണരുടെ കീഴിലെത്തുകയാണ് ചെയ്യുന്നത്. ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന ഭൂസ്വത്ത് മുഴുവൻ ബ്രാഹ്മണരുടെ കീഴിലെത്തുകയും ബ്രാഹ്മണർ അമ്പല സംസ്കാരങ്ങളിലൂടെ അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാരങ്ങളിലൂടെ ഏറ്റവും ഉയർന്ന സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ആളുകളായി ബ്രാഹ്മണർ മാറുകയും ഈ ക്ഷേത്രത്തിന് സ്വത്ത് ദാനം ചെയ്തുകൊണ്ട്, ദേവസ്വം എന്ന രീതിയിൽ സ്വത്ത് ദാനം ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന
ഭൂ ഉടമകളായി ബ്രാഹ്മണർ മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു ജാതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ബ്രാഹ്മണർ ഭൂ ഉടമകളായി മാറുകയും ക്ഷേത്ര സങ്കേതങ്ങൾ വഴി സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ബ്രാഹ്മണർ എത്തുകയും ചെയ്യുന്നു. പിന്നീട് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഈ ഉത്തരേന്ത്യയിൽ നിന്നിരുന്ന വർണ്ണ വ്യവസ്ഥ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ശരിക്ക് ഈ ആര്യവൽക്കരണത്തിലൂടെ ബ്രാഹ്മണർ ചെയ്തിരുന്നത്. കേരളത്തിലെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ബ്രാഹ്മണരാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ. ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്ന പോലെ ഈ ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയർ, ശൂദ്രർ എന്നിങ്ങനെ 4 രീതിയിലുള്ള ഒരു വർണ്ണവ്യവസ്ഥ കേരളത്തിൽ ഒരു കാലത്തും നിലനിന്നിട്ടില്ല. കേരളത്തിൽ ബ്രാഹ്മണരും അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ വൈശ്യരും അല്ലെങ്കിൽ ശൂദ്ര ജനതയൊക്കെയാണ് കേരളത്തിൽ നിലനിന്നിട്ടുള്ളത്. കേരളത്തിലൊരു ക്ഷത്രിയർ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ബ്രാഹ്മണർ എത്തിച്ചേരുകയും ബ്രാഹ്മണ ആധിപത്യത്തെ തുടർന്ന് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ആളുകളായി ബ്രാഹ്മണർ മാറുകയും ചെയ്യാനുണ്ട്. കേരളത്തിൽ രണ്ട് രീതിയിലുള്ള ബ്രാഹ്മണരാണ് പ്രധാനമായിട്ട് കേരളത്തിലുള്ളത്. ഒന്ന് നമ്പൂതിരി ബ്രാഹ്മണരും മറ്റേത് പരദേശി ബ്രാഹ്മണരും. എമ്പ്രാന്തിരി, അയ്യർ, അയ്യങ്കാർ, ഗൗഡസാരസ്വത ബ്രാഹ്മണർ എന്നിവരാണ് ഈ പരദേശി ബ്രാഹ്മണരായിട്ട് ഉള്ള ആളുകൾ. എന്നാൽ ഈ നമ്പൂതിരി ബ്രാഹ്മണരാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബ്രാഹ്മണർ എന്ന് അവർ സ്വയം അവകാശപ്പെടുകയും തങ്ങൾ മറ്റ് ബ്രാഹ്മണരിൽ നിന്ന് തന്നെ മറ്റ് ബ്രാഹ്മണ ജാതിയിൽ തന്നെ പരദേശി ബ്രാഹ്മണരെക്കാൾ ഉയർന്ന ജാതിക്കാരാണ് തങ്ങൾ എന്ന് സ്വയം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാണ് ഈ നമ്പൂതിരി ആളുകൾ ചെയ്തത്, നമ്പൂതിരി വിഭാഗത്തിലുള്ള ആളുകൾ ചെയ്തത്. നമ്പൂതിരിമാർ മറ്റു രാജ്യങ്ങളിലെ ബ്രാഹ്മണരുമായി ഒരുമിച്ചിരുന്ന് ഒരിക്കലും ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ഇല്ല. പദവിയിൽ തങ്ങളെക്കാൾ എത്രയോ താഴ്ന്നവരെന്ന് കരുതുന്ന ഈ ബ്രാഹ്മണരെ പട്ടർ എന്നാണ് അവർ വിളിക്കുന്നത്. ഇത് വിദേശ സഞ്ചാരികളായിട്ടുള്ള ആളുകൾ എഴുതി വെച്ച ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ, അന്നത്തെ നമ്പൂതിരികൾ അല്ലെങ്കിൽ നമ്പൂതിരി ബ്രാഹ്മണർ മറ്റ് ബ്രാഹ്മണരെ അവരുടേക്കാൾ എത്രയോ താഴ്ന്ന ആളുകളായിട്ടാണ് അന്ന് കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അവരെക്കാൾ താഴ്ന്ന ആളുകളായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. ഈ കേരളത്തിൽ ഒരു 18-19 നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ അതിൻ്റെ മുന്നെയൊക്കെ കേരളത്തിൽ ജാതി വ്യവസ്ഥ ഏറ്റവും കൊടികുത്തി വാണ ഒരു കാലഘട്ടമായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്പൂതിരിമാർ അവരുടെ ജാതി വ്യവസ്ഥേൻ്റെ ഏറ്റവും നീചമായ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായ ഒരവസ്ഥയിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണത്. കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടുന്ന പോലെ, മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ വമ്പാർന്നാനാചാര ചിത്രരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിലെന്ന് കുമാരനാശൻ ദുരവസ്ഥയിൽ പാടണ്ടേ. അതായത് കാലത്തിൻ്റെ മുന്നോട്ട് പാച്ചിലിനെ പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഈ മുംബൈ സ്തുതികളിൽ കോട്ടകെട്ടി അനാചാര ചിത്രരായി ഈ നമ്പൂതിരിമാർ വാണിരുന്ന ഒരു നാടായിരുന്നു കേരളം. ആ കേരളം ആധുനിക കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കൊക്കെ മാറിയത് പിന്നീട് വന്ന നവോത്ഥാന നായകരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് നമുക്കറിയാം. നമ്പൂതിരിയെ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ഒരു ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ യാതൊരുവിധ മനുഷ്യത്വ ഗുണങ്ങളുമില്ലാത്ത രീതിയിലുള്ള ഒരു സമൂഹമായിരുന്നു ഈ നമ്പൂതിരി ബ്രാഹ്മണരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ. കുടുംബം മീൻസ് നമ്പൂതിരി ബ്രാഹ്മണരുടെ കുടുംബക്രമങ്ങളും അവരുടെ സാമൂഹിക അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ ആധുനിക മനുഷ്യ കുലവുമായി യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ആധുനിക മനുഷ്യ സമൂഹവുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള അനാചാരങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു അന്നത്തെ നമ്പൂതിരി ബ്രാഹ്മണരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവരായിരുന്നു ആ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ആളുകൾ. ഇവർ മറ്റ് ബ്രാഹ്മണരുമായി പല ആചാരങ്ങളിലും വ്യത്യസ്തത പുലർത്തിയിരുന്നു. ഇപ്പോൾ കുടുംബയുടെ കാര്യത്തിൽ കുടുംബം മുന്നോട്ടിടുന്ന ആളുകൾ നമ്പൂതിരിമാരാണെങ്കിൽ മറ്റു ബ്രാഹ്മണർ കുടുംബം പിന്നിലേക്ക് ഇടണം. ഇരട്ട പൂണൂല് ധരിക്കുന്ന ഒരു നമ്പൂതിരിമാർ ഒരു പൂണൂല് ധരിക്കുക. അങ്ങനെ കുളിയിൽ, മന്ത്രോച്ചാരണത്തിൽ, വസ്ത്രധാരണത്തിൽ, അങ്ങനെ എല്ലാ ജീവിതക്രമത്തിലും മറ്റ് ബ്രാഹ്മണരുമായി അല്ലെങ്കിൽ വ്യത്യാസം നിലനിർത്താൻ ഈ നമ്പൂതിരിമാർ ശ്രമിച്ചിരുന്നു. തങ്ങളൊരു ഉന്നത കുലജാതരാണ് എന്ന് അവർ സ്വയം കരുതിയിരുന്നു. ഇങ്ങനെ സ്വയം ഉന്നത കുലജാതരായിരുന്നു എന്ന് കരുതിയിരുന്ന നമ്പൂതിരിമാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതക്രമത്തിൽ വളരെയധികം അനാചാരങ്ങളുടെ ഒരു കൂമ്പാരങ്ങൾ തന്നെ നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം. സംബന്ധം എന്നൊരു വ്യവസ്ഥ ഈ നമ്പൂതിരി കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു. നമ്പൂതിരി കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ഏറ്റവും
വലിയ അനാചാരങ്ങളിലൊന്നായിരുന്നു ഈ സംബന്ധം എന്ന് പറഞ്ഞാൽ. നമ്പൂതിരിമാരിൽ കുടുംബത്തിൽ മൂത്ത പുരുഷനല്ലാതെ മറ്റാർക്കും വിവാഹം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂത്ത പുരുഷൻ മാത്രമായിരുന്നു നമ്പൂതിരി സമുദായത്തിൽ നിന്നും വിവാഹം കഴിച്ചിരുന്നത്. ബാക്കിയുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നതിന് പകരം അവർ ഈ ശൂദ്ര സ്ത്രീകളുമായി ബന്ധം നിലനിർത്തുക, അതിന് സംബന്ധം എന്നാണ് പറയുക. അവിടെ ഒരു കുടുംബനാഥൻ്റെ യാതൊരുവിധ ഉത്തരവാദിത്വമോ ഒരു അച്ഛൻ എന്ന നിലയിലോ കുടുംബനാഥൻ എന്ന നിലയിലോ യാതൊരു ഉത്തരവാദിത്തമോ ബന്ധമോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയാണ് ഈ സംബന്ധം എന്ന ഈ ഒരു വ്യവസ്ഥയിൽ നിലനിർത്തിയിരുന്നത്. ഏതെങ്കിലും ഒരു നായർ സ്ത്രീയുമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നായർ സ്ത്രീയുമായി ഈ കുടുംബത്തിലെ മൂത്ത പുരുഷനല്ലാത്ത നമ്പൂതിരി കുടുംബത്തിലെ മൂത്ത പുരുഷനല്ലാത്ത മറ്റു പുരുഷന്മാർ ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ഈ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യമായിരുന്നു അതിനുള്ളായിരുന്നത്. അല്ലാതെ കുടുംബത്തിൻ്റെ യാതൊരുവിധ ആധുനിക സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കുടുംബപരമായ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളോ ബന്ധങ്ങളോ ആ ഒരു സംബന്ധം എന്ന സാമൂഹിക അവസ്ഥയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനാചാരം നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ നമ്പൂതിരി കുടുംബങ്ങൾ. ഇത്തരത്തിലുള്ള ഈ ഒരു അനാചാരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ നമ്പൂതിരി സ്ത്രീകളിൽ ചെറുപ്പത്തിൽ തന്നെ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോകുന്ന നമ്പൂതിരി സ്ത്രീകൾ പിന്നീട് വിവാഹം കഴിക്കാൻ പറ്റാതെ അവരുടെ ജീവിതം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം കൂടി ഈ ഒരു കുടുംബക്രമത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാവുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഏതെങ്കിലും രീതിയിൽ മറ്റ് പുരുഷനുമായി ബന്ധപ്പെടുന്ന നമ്പൂതിരി സ്ത്രീകളെ സ്മാർത്ഥ വിചാരം നടത്തുക എന്ന് പറഞ്ഞ ഒരു അസംബന്ധ നാടകം കൂടി ഈ നമ്പൂതിരി സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്നു. ഈ സ്മാർത്ഥ വിചാരത്തെപ്പറ്റി ഒരു ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് വന്നാൽ, അതായത് ശങ്കയും തുമ്പും എന്നാണ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയെപ്പറ്റി ഇവർക്കൊരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിയായ അന്തർജനത്തെ വീട്ടുകാരുൾപ്പെടെ മറ്റോരോരുത്തർക്കും സംസർഗം ചെയ്യാനാവാത്ത വിധത്തിൽ അഞ്ചാൻപുരയിലേക്ക് മാറ്റി ദാസിമാരുടെ കാവൽ ഏർപ്പെടുത്തുന്നു. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇവർ പറയുന്ന സദാചാര ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനുമായി എന്തെങ്കിലും രീതിയിലുള്ള ബന്ധം ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവരൊരു അഞ്ചാം പുരയിലേക്ക് മാറ്റും. പ്രതിയുടെ അന്തർജന പദവി മാനിച്ച് മറയ്ക്കപ്പുറം നിർത്തി മുഖാമുഖം കാണാതെ ആരംഭിക്കുന്ന വിചാരണ ആ സ്ത്രീ കുറ്റം സമ്മതിച്ചു സാധനമാകും വരെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ ഈ ഒരു നമ്പൂതിരി സ്ത്രീയെ ഒരു മറയ്ക്കുള്ളിൽ നിർത്തിയിട്ട് പുറത്തു നിന്ന് സ്മാർത്തന്മാർ എന്നറിയപ്പെടുന്ന ഈ വിചാരണ നടത്തുന്ന ആളുകൾ ഇവരോട് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ സ്ത്രീ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നെ ഒരു സാധനം ആയി മാറുകയാണ് ചെയ്യുക. പിന്നെ അവരെ അന്തർജനം എന്നോ സ്ത്രീ എന്ന രീതിയിൽ പരിഗണിക്കാതെ അവരൊരു സാധനം ആയി മാറും. ഒരു പക്ഷെ പല മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മാനസിക ദണ്ഡനക്രിയയിൽ, അതായത് മാനസികമായി വളരെയധികം പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വിചാരണയുമാണ് ഇവർ നടത്തുക. എന്നിട്ട് കുറ്റക്കാരായ സ്ത്രീ എത്ര നടത്തിയിട്ടും കുറ്റം സമ്മതിക്കാതിരിക്കുകയും ചെയ്താൽ കുറ്റസമ്മതം നടത്തിക്കാൻ മുൻകാലങ്ങളിൽ ആ സ്ത്രീ ശാരീരികമായി ഹേമദണ്ഡങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരുന്നു. സ്ത്രീയെ ഒരു പായയിൽ ചുരുട്ടിക്കെട്ടി പുറപ്പുറത്തു നിന്നും മുറ്റത്തേക്ക് ഉരുട്ടി വീഴ്ത്തുക തുടങ്ങിയ നടപടികൾ ഈ ഹേമദണ്ഡം നടത്തിയിരുന്നത് സ്ത്രീകളാണ്. അതായത് ഇവരിത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഈ മാനസികമായ ഈ വിചാരണകൾക്കും മാനസിക ദണ്ഡനങ്ങൾക്കും പാത്രമായിട്ടും ഇവർ ഈ ഒരു കുറ്റം സമ്മതിക്കാതിരുന്ന ഇവർ പായയിൽ കെട്ടിയിട്ട് ഇവരെ പുരയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുക പോലെയുള്ള ദണ്ഡനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഈ പായൽ കെട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീയെ പിന്നെ തൊടുന്നത് ഇവരെ അയിത്തായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പായയിൽ കെട്ടി ഈ പുരപ്പുറത്തു നിന്നും താഴേക്ക് തള്ളിയിടുന്ന രീതിയിലുള്ള പ്രക്രിയകളൊക്കെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ചില സന്ദർഭങ്ങളിൽ സ്ത്രീയെ പാർപ്പിച്ചിരുന്ന പുരയിലേക്ക് എലികൾ, ചേരപ്പാമ്പുകൾ തുടങ്ങിയ വിഷജീവികളെ പലപ്പോഴും തനി മൂർഖം പാമ്പിനെ തന്നെ കടത്തിവിട്ട് വാതിലടയ്ക്കുമായിരുന്നു. ഇങ്ങനെ വാതിലടച്ച് ഇവരെ കൊണ്ട് ഈ കുറ്റം സമ്മതിപ്പിച്ചതിന് ശേഷം ഇവരെ പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ള ഒരു സമ്പ്രദായം കൂടി ഇവർ നടത്തിയിരുന്നു. നമുക്കറിയാം, കുറിയടത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരമൊക്കെ വളരെ പ്രശസ്തമായ സംഭവമാണ്. അതായത് ഈ നമ്പൂതിരി സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ ഉന്നത കുലജാതർ എന്ന് സ്വയം കരുതിയിരുന്ന ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരം അനാചാരങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനീയർ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ നമ്പൂതിരി വിഭാഗങ്ങളിൽ നിലനിന്നിരുന്നത്.
നമ്പൂതിരിമാരുടെ സ്ഥാനത്തെക്കുറിച്ച് വില്യം ലോഗൻ എഴുതിയിട്ടുള്ളത്, മലയാള ജാതികളിൽ ഏറ്റവും വ്യതിരക്തമായി മാറി നിൽക്കുന്നവരും ഏറ്റവും വലിയ യാഥാസ്ഥിതികരും യൂറോപ്യൻ കാഴ്ചപ്പാടിൽ ഉത്ഭുതത ഏറ്റവും കുറഞ്ഞവരും നമ്പൂതിരി എന്ന് വിളിക്കുന്ന മലയാള ബ്രാഹ്മണരാണ്. അതായത് വില്യം ലോഗൻ ഈ മലബാർ മാനുവൽ എഴുതുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും വ്യതിരക്തമായി നിന്നിരുന്ന ഒരു ജാതിയായിരുന്നു ഈ നമ്പൂതിരി എന്ന് വിളിക്കപ്പെടുന്ന മലയാള ബ്രാഹ്മണർ. അന്നത്തെ യൂറോപ്യൻ സമൂഹത്തിന് പോലും ഉത്ബദ്ധത ഏറ്റവും കുറഞ്ഞവർ എന്നാണ് ഇവരെ കുറിച്ച് തോന്നിയിരുന്നത്. അന്നത്തെ യൂറോപ്യന്മാർക്ക് പോലും ഏറ്റവും ഉത്ബുദ്ധത കുറഞ്ഞവർ എന്ന് തോന്നിയിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ നമ്പൂതിരി എന്ന് വിളിക്കുന്ന ഈ ബ്രാഹ്മണ സമൂഹം. അപ്പോൾ ഈ ഒരു നമ്പൂതിരി സമൂഹത്തിൽ വീണ്ടും ഇനിയൊരു ജന്മം കൂടി കിട്ടുകയാണെങ്കിൽ ഈ ഒരു നമ്പൂതിരി സമൂഹത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മണനായി ഒക്കെ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളുള്ളൊരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും പ്രാകൃതമായ ജീവിത രീതികൾ ജീവിച്ചു തീർത്തിരുന്ന ആളുകളാണ് ഈ സോ കോൾഡ് ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളൊക്കെ. കേവലം ഒരു ജന്മി എന്ന നിലയിലല്ല അവരുടെ കുടിയാന്മാർ അവരെ വണങ്ങുന്നത്. അവരുടെ കണ്ണിൽ നമ്പൂതിരിമാർ രാജകീയ പ്രതിപുരുഷനും അന്നദാതാവും പരമാധികാരിയായ യജമാനനും കുടുംബ പരദേവതയും, ചുരുക്കത്തിൽ ഈ ഭൂമിയിൽ അവരുടെ ദൈവവുമാണ്. അവരുടെ ശരീരം ദിവ്യമാണ്, അവരുടെ ചലനം ഘോഷയാത്രയാണ്, അവർ ഭക്ഷിക്കുന്നത് എന്തും അമൃതാണ്. അതായത് വെറുതെ ഒരു ഭൂവുടമയായിട്ടുള്ള ഒരു ജന്മിയായിട്ട് മാത്രമല്ല ഈ കുടിയാന്മാർ ഈ നമ്പൂതിരി ആളുകളെ കണ്ടിരുന്നത്. കാരണം അവരുടെ ഒരു മനസ്സിലേക്ക് ഈ ഒരു ക്ഷേത്ര സംസ്കാരം കൊണ്ടുവന്നിട്ട് ഈ ക്ഷേത്ര സംസ്കാരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഈ ഉടമകളായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രം നോക്കി നടത്തുന്ന ആളുകളായിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പ്രതിപുരുഷന്മാരായിട്ട് തങ്ങളെ അവരോധിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഈ നമ്പൂതിരിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്നത്തെ ഇവരുടെ കുടിയാന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്പൂതിരി സമൂഹത്തിൻ്റെ താഴെ എന്ന് അന്ന് കണക്കാക്കിയിരുന്ന ജാതികൾ നമ്പൂതിരിമാരെ കണ്ടിരുന്നത് ദൈവത്തിൻ്റെ തന്നെ പ്രതിപുരുഷനായിട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മൾ ഈ നമ്പൂതിരിമാരൊക്കെ കാണുമ്പോൾ തിരുമേനി എന്ന് വിളിക്കുന്നതും ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അവരൊക്കെ ഒരു ബഹുമാനിക്കുന്നതും ആ ഒരു സോഫ്റ്റ്വെയർ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു പൂണൂൽ ധരിച്ച ആളൊക്കെ ആയി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാൻ കാരണം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ്. അവരുടെ ശരീരം ദിവ്യമാണ്, അവരുടെ ചലനം ഘോഷയാത്രയാണ്, അവർ ഭക്ഷിക്കുന്നത് എന്തും അമൃതാണ്. അതായത് നമ്പൂതിരിമാർ ഭക്ഷിക്കുന്നത് എന്തും അമൃതമായിട്ടാണ് ഈ ആളുകൾ കണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ നമ്പൂതിരി, കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഈ ജാതി വ്യവസ്ഥയിൽ നമ്പൂതിരി എന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്ന പോലെയുള്ള ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നീ ഒരു ഡിവിഷൻ കേരളത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് കേരളത്തിൽ ഈ ക്ഷത്രിയർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ലാത്തത് കൊണ്ട് ഈ ശൂദ്രരായ ആളുകളെ ക്ഷത്രിയരാക്കി മാറ്റിയിട്ട് ഈ അവരെ രാജാക്കന്മാരാക്കുകയാണ് സത്യത്തിൽ ഈ സമൂഹം ചെയ്തിരുന്നത്. അതായത് ഈ ആര്യവൽക്കരണം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന ഈ നാട്ടു രാജാക്കന്മാർ പിന്നീട് അവർ ഈ ബ്രാഹ്മണരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ബ്രാഹ്മണരുടെ കയ്യിലെ പാവകളായി മാറുകയാണ് ചെയ്തത്. ഇവരെ ബ്രാഹ്മണരെ പൂജിക്കുന്ന രാജാക്കന്മാരായി മാറി. പിന്നീട് ഈ രാജാക്കന്മാർ ക്ഷത്രിയരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. കേരളത്തിൽ ക്ഷത്രിയർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ക്ഷത്രിയർ ഉത്തരേന്ത്യയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ക്ഷത്രിയർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ സാമന്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ, ക്ഷത്രിയരെന്ന് അവകാശപ്പെടുന്ന സാമന്തന്മാർ ബ്രാഹ്മണരുമായി മാത്രം സംബന്ധം വഹിച്ച പരിബന്ധപ്പെടുത്തുക വഴി ജാതിപരമായ ഉയർച്ച നേടിയ നായന്മാർ തന്നെ ആയിരിക്കണം. ഈ പത്മനാഭ മേനോൻ അയാളുടെ കേരള ചരിത്രത്തിൽ പറയുന്നത് PK ബാലകൃഷ്ണൻ കോട്ട് ചെയ്ത കാര്യമാണിത്. അതായത് ഈ ക്ഷത്രിയർ എന്ന് കേരളത്തിൽ അവകാശപ്പെടുന്ന ഈ സാമന്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ നായന്മാർ തന്നെയാണ് കേരളത്തിലെ. ഈ നായന്മാർ പക്ഷേ രാജാക്കന്മാരായിട്ടുള്ള നായന്മാർ എന്താ ചെയ്തിട്ടുള്ളത്? അവർ ഈ ബ്രാഹ്മണരുമായി മാത്രം വീഴ്ച പരിമിതപ്പെടുത്തുകയും പിന്നെ അവരൊരു ക്ഷത്രിയർ എന്ന് സ്വയം അറിയപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഇപ്പം നിലമ്പൂർ രാജാവ് കൊടുത്തൊരു കേസിനെ കുറിച്ച് ഈ പത്മനാഭ മേനോൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിലമ്പൂർ രാജാക്കന്മാർ തന്നെ എന്താ പറയുക, ക്ഷത്രിയനായ തന്നെ സാമന്തനായ തന്നെ നായർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാണ്ട് ഒരു കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ വിധി വരുന്നത് എങ്ങനെ വെച്ചാൽ ആവലാതിക്കാരൻ നായർ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി വരുന്നതായിട്ട് പത്മനാഭ മേനോൻ തൻ്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഒരിക്കലും ക്ഷത്രിയർ ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ ഈ ഹിരണ്യഗർഭം, ഈ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്ഷത്രിയരല്ലാത്ത രാജാക്കന്മാരെ ക്ഷത്രിയരാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സായിരുന്നു ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ.
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വലിയൊരു ഡ്രമ്മ് പോലെയുള്ള വലിയൊരു ഭണ്ഡാര പാത്രത്തിൽ പാല് നിറച്ചിട്ട് അതിലേക്ക് ഈ രാജാവ് ഇറങ്ങി 5 പ്രാവശ്യം മുങ്ങിത്താഴും. ഈ 5 പ്രാവശ്യം മുങ്ങിത്താഴുന്ന സമയത്ത് ബ്രാഹ്മണർ കുറേ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തിയിട്ട് ഇയാൾ ഇറങ്ങി വന്നിട്ട് ബ്രാഹ്മണർക്ക് കുറേ സമ്മാനങ്ങൾ നൽകും. അതോടുകൂടി ഇയാൾ ക്ഷത്രിയനായി ഉയർത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണ് തിരുവിതാംകൂർ നിലനിന്നിരുന്ന ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ. അത് കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നുണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ ഒരു ജാതിയാണ് ഈ ഇന്ന് നമ്മൾ പറയപ്പെടുന്ന നായന്മാർ എന്ന ജാതി. ഇവരും ഒരു സോ കോൾഡ് ഉന്നത കുലജാതർ എന്ന് സ്വയം കരുതുന്ന ആളുകളായിരുന്നു. സത്യത്തിൽ കേരള ചരിത്രം എഴുതിയ ആളുകളെ മുൻകാല കേരളത്തിലെ ഭരണക്രമത്തിൻ്റെ കണ്ണും കയ്യും കൽപ്പനയും നായന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് കേരളത്തിൽ ഈ നായന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം ക്ഷത്രിയരോ ബ്രാഹ്മണരോ ഒന്നുമല്ല, മറിച്ച് ശൂദ്രരായി മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ നായന്മാർ എന്ന് പറയുന്ന വിഭാഗം. ഇവർ സദാ ആയുധപാണികളായി നടക്കുന്ന നായന്മാർ കൈത്തൊഴിലുകളും കച്ചവടവും വർജിച്ചിരുന്നു എന്നാണ് അന്നത്തെ രേഖകളിൽ പറയുന്നത്. ഇവർ സദാസമയം യുദ്ധം ചെയ്യുന്ന ആളുകളായിട്ടാണ് സ്വയം കരുതിയിരുന്നത്. ഇവർ ബാക്കിയുള്ള യാതൊരുവിധ പണിക്കൊന്നും പോവാതെ യുദ്ധം മാത്രം ചെയ്തിരുന്ന ആളുകളായിരുന്നു അന്നത്തെ നായന്മാർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവർ ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോമഡിയാണ്. ഈ ഏതെങ്കിലും നാടുവാഴികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ അവിടെ ഇവിടെ ഇരുന്ന് നടത്തുന്ന യുദ്ധങ്ങളായിരുന്നു ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇന്ന് കാണുന്ന രീതിയിലുള്ള യുദ്ധവുമായൊന്നും യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത നമ്മളെ നാട്ടിലൊക്കെ അങ്ങാടിയിലൊക്കെ കാണുന്ന ഒരു സാധാ അങ്ങാടി തല്ല് മാത്രമായിരുന്നു ഈ നായന്മാരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ. ഇന്നൊക്കെ നമുക്ക് ഓരോരോ മെസ്സേജുകളൊക്കെ ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ നായന്മാർ ഒരു കാലത്ത് കേരളത്തിൽ യുദ്ധം ചെയ്തിരുന്ന ആളുകളാണ്, പടയാളികളായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചതായിരുന്നു എന്നൊക്കെയുള്ള മെസ്സേജ് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. പക്ഷേ ഇവരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മളെ ചട്ടമ്പികൾ അല്ലെങ്കിൽ നാട്ടിൽ ഈ കലുങ്കിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആളുകൾ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായ തല്ല് തീർക്കുന്ന മാതിരിയുള്ള യുദ്ധം മാത്രമായിരുന്നു ഈ നായന്മാർ നടത്തിയിരുന്ന യുദ്ധം. ഈ വിദേശികൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ യഥാർത്ഥത്തിൽ എന്താണ് യുദ്ധം എന്ന് മനസ്സിലാക്കിയത്. സാധാരണ നല്ലൊരു ആയുധം പോലും കയ്യിലില്ലാത്ത ആളുകളായിരുന്നു ഇവിടുത്തെ ഈ സോ കോൾഡ് പടയാളികളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ യുദ്ധവീരന്മാരായിട്ടുള്ള ആളുകൾ നടന്നിരുന്നത്. നായന്മാരെ കുറിച്ച് PK ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ ഒരു വിദേശ എഴുത്ത് അന്നത്തെ ഒരു വിദേശ ബാർബോസ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്: നായന്മാർ ഏറ്റവും കുലീനന്മാരായിട്ടുള്ളവരാണ്. അവർക്ക് നാട്ടിൽ ശ്രേഷ്ഠതയുണ്ട്. താഴെ ജാതിക്കാരുമായി കൂടിക്കഴിയുകയില്ല. തങ്ങൾ ശ്രേഷ്ഠന്മാരാണെന്നുള്ള ബോധ്യം അവർക്ക് തന്നെയുണ്ട്. മറ്റു നായന്മാരുടെ വീടുകളിലല്ലാതെ ഭക്ഷണം കഴിക്കുകയും ജലപാനം ചെയ്യുകയുമില്ല. അവർ പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ കൃഷിക്കാർ തീണ്ടാതെ വഴി മാറുന്നതിന് വേണ്ടി വിളിയാട്ടിക്കൊണ്ടിരിക്കും. അവർ അങ്ങനെ വഴി മാറിക്കൊടുക്കുന്നു. വഴി മാറാത്ത പക്ഷം നായർ അവരെ കൊല്ലുന്നത് കുറ്റകരമല്ല. ഏതെങ്കിലും സാധാരണക്കാരൻ ഒരു നായർ സ്ത്രീയെ നിർഭാഗ്യവശാൽ തീണ്ടിപ്പോയാൽ ആ സ്ത്രീയെയും തീണ്ടിയവനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയും സ്ത്രീയുടെ ബന്ധുക്കൾ തൽക്ഷണം കൊന്നുകളയുന്നു. ഇത്തരത്തിലുള്ള അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് നായന്മാർ എന്ന് പറഞ്ഞാൽ. അവർ മറ്റൊരു ജാതിക്കാരൻ അവർ തീണ്ടിപ്പോയാൽ അത് കൊല്ലുന്നത് പോലും അന്നൊരു കുറ്റമല്ലായിരുന്നു. ആ രീതിയിൽ തൊട്ട് താഴെ എന്നറിയപ്പെടുന്ന ജാതികളെക്കാൾ ഇവർ വളരെയധികം സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രിവിലേജസ് അനുഭവിച്ചിരുന്നു. എന്നാൽ മുകളിലുള്ള ഈ നമ്പൂതിരിമാരുടെ വെറും ജോലിക്കാരായിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. പക്ഷെ തങ്ങളുടെ താഴെയുള്ള മറ്റ് ജാതികളുമായി ഇവർ വളരെയധികം അകലം പാലിക്കുകയും അവരെ കൊല്ലാൻ വരെ അധികാരം ഉണ്ടായിരുന്ന ഒരു കൂട്ടരാണ് നായന്മാർ എന്ന് പറഞ്ഞ കൂട്ടർ. ഈ നായന്മാർ തന്നെ 2 രീതിയിൽ ഉയർന്ന ശൂദ്രരും താഴ്ന്ന ശൂദ്രരുമായിട്ട് ഇവരെ തിരിക്കാൻ പറ്റും. 18 നായർ ജാതികളിലെ ആദ്യ 14 കിരിയത്ത്, ഇല്ലത്ത്, സ്വരൂപത്ത്, പള്ളിച്ചാൻ, വട്ടക്കാട്ട് ശൂദ്രൻ, ചാർണ, തമിഴ്പാദം അങ്ങനെയുള്ള 14 ഉയർന്ന ശൂദ്രരായിട്ടും പിന്നെ താഴെയുള്ള 4 വെള്ളാളർ, ഗൗഡ, ചീതികൻ തുടങ്ങി 4 താഴ്ന്ന ശൂദ്രന്മാരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. എങ്ങനെ നോക്കുകയാണെങ്കിലും ഇവർ ശൂദ്രജാതികളായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇവർ സ്വയം കരുതിയിരുന്നത് ഇവർ ഉന്നത കുലജാതർ ആയിരുന്നു സ്വയം കരുതിയിരുന്നത്. സാധാരണ ഉള്ള പണിക്കൊന്നും പോവാതെ യുദ്ധം മാത്രമായിരുന്നു ഇവരുടെ ജീവിതം. ഇന്ന് ഇവർ ഒരു നമ്പൂതിരിമാരുടെ ഒരു അടിമകളായിരുന്നു എന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നായന്മാർക്ക് നമ്പൂതിരി ഇല്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പണ്ട് കാലത്ത് സാധിക്കുമായിരുന്നില്ല. നമ്പൂതിരിമാരുടെ അടിമകളായിരിക്കുക എന്നതാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ. അതിനായി നമ്പൂതിരിമാർ സൃഷ്ടിച്ച ഭൃത്യന്മാരാണ് വാസ്തവത്തിൽ നായന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ നമ്പൂതിരി ഇല്ലത്തോടും ചേർന്ന് നിശ്ചിത എണ്ണം നായർ വീടുകൾ ഉണ്ടായിരിക്കണമെന്നത്
പണ്ട് കാലത്ത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമ്പൂതിരി ഗൃഹങ്ങളിലെ എല്ലാ ജോലിയും ചെയ്യേണ്ടത് നായരുടെ കർത്തവ്യമാണ്. കൂടാതെ നമ്പൂതിരിയെയോ അന്തർജനമോ ഇല്ലത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ പോലും അന്യജാതിക്കാരെ കാണാതെയും ഐത്താചാരപ്രകാരമുള്ള ദൂരം നിശ്ചയിച്ചും വിളിച്ചു പോവുകയും മുന്നിലും പിന്നിലുമായി ഇല്ലത്തെ അടിമകളായ നായന്മാർ ഓടിക്കൊണ്ടിരിക്കുക തന്നെ വേണം. ഇതായിരുന്നു അന്നത്തെ സോക്കോൾഡ് ഉന്നത കുലജാതർ എന്നറിയപ്പെടുന്ന നായന്മാരുടെ ഒരു അവസ്ഥ. ഇവർ ശരിക്കും പിന്നീട് പോർച്ചുഗീസുകാരൊക്കെ വന്നതിന് ശേഷം ഈ എന്തെങ്കിലും യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു പണി കിട്ടുള്ളായിരുന്നു. സാധാരണ ഈ നാട്ടുരാജാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ. ഈ പണി ഇല്ലാത്ത കാലത്തൊക്കെ സത്യത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നായർ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ കൃതിയിൽ നമുക്ക് അത് കാണാൻ കഴിയും, ഈ പട്ടിണി കിടന്ന്. കാരണം യാതൊരുവിധ മറ്റു പണിക്കും പോകാതെ വാളും തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മാത്രമായിരുന്നു ഇവരുടെ രീതി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ നാട്ടുപ്രമാണികൾ തമ്മിൽ എന്തെങ്കിലും യുദ്ധം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് യാതൊരുവിധ പണിയും ഉണ്ടാവില്ല. ദേശവാഴിയുടെയോ നാടുവാഴിയുടെയോ യോദ്ധാവ് എന്ന നിലയിൽ സ്ഥിരമായ ശമ്പളമോ മറ്റു വരുമാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധത്തിന് വിളിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് പോർച്ചുഗീസുകാർ വന്നതിൻ്റെ ശേഷം അവർ ചെങ്ങാതം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായി. ഈ കോട്ടകളിൽ ഈ നായന്മാരെ കാവൽ നിർത്തുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായി. അപ്പോഴാണ് ഇവർക്ക് സ്ഥിര വരുമാനം ഉണ്ടായി വന്നത്. അതുവരെ ഒരു സ്ഥിര വരുമാനം പോലും ഇല്ലാതെയായിരുന്നു ഈ നായർ പ്രമാണിമാർ ജീവിച്ചിരുന്നത്. The chieftains also conferred titles like Menon on the members of Nayar community after receiving presents of money and other articles. ശ്രീധര മേനോൻ തൻ്റെ പുസ്തകത്തിൽ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയേണ്ടത് ഈ നായന്മാരിൽ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് തന്നെ അവർ കുറേ ഈ നാടുവാഴികൾക്ക് കൊണ്ടുപോയിട്ട് സമ്മാനവും അല്ലെങ്കിൽ കുറേ പ്രസൻറ്റേഷനൊക്കെ നൽകുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു ടൈറ്റിലാണ് ഈ മേനോൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ. ഈ നായർ ജാതിയിൽ തന്നെ കുറച്ച് സമ്പത്തുള്ള ആളുകൾ നാടുവാഴിക്ക് കാഴ്ച വയ്ക്കുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു ടൈറ്റിൽ ആണ് ഈ മേനോൻ എന്നറിയപ്പെടുന്ന ഈ ടൈറ്റിൽ എന്നുള്ളത്. ഇനി കേരളത്തിൽ നിലനിന്നിരുന്ന യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. രാജാക്കന്മാർ തമ്മിൽ നടത്തിപ്പോരുന്ന യുദ്ധങ്ങൾ സാരമായ രക്തച്ചൊരിച്ചിലിന് ഇടയാക്കുന്നവയല്ല. 20 പേർക്ക് ജീവഹാനി സംഭവിക്കുന്ന ഒരു യുദ്ധം അതീവ ഗുരുതരമായ മഹാസംഭവമാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ ഫലമായി മരണപ്പെടുന്നവരുടെ എണ്ണം സാമാന്യേന അത്ര വരില്ല. അക്കാരണത്താൽ തന്നെ ഈ യുദ്ധങ്ങൾ അവ 3-4 രാജാക്കന്മാർ തമ്മിൽ സഖ്യം ചേർന്നുകൊണ്ടുള്ള യുദ്ധങ്ങളാവുമ്പോൾ പോലും നമുക്ക് ഡച്ചുകാർക്ക് ശ്രദ്ധാവിഷയമാകാറില്ല. അവ കൊണ്ടുള്ള പ്രധാന ശല്യം വിഭവങ്ങളുടെ നീക്കം തടസ്സപ്പെടുന്നു എന്നത് മാത്രമാണ്. നാട്ടിലാകെ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും കന്നുകാലികളുടെ വിരട്ടി ഓടിക്കുന്നതും നാട്ടുകാരെ ശല്യം ചെയ്യുന്നതും മിക്കപ്പോഴും ഇതിൻ്റെ ഭാഗമാണ്. ഈ കേരളത്തിൽ അന്നത്തെ ഏറ്റവും വലിയ പട്ടാളക്കാരായിരുന്ന നായന്മാർ നടത്തിയ യുദ്ധത്തെക്കുറിച്ച് ഡച്ചുകാർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവർ നടത്തുന്ന ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഡച്ചുകാരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലായിരുന്നില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ആളുകൾ ഇങ്ങനെ വഴിയിൽ നിന്ന് കണ്ട് തമ്മിൽ തല്ലുമ്പോൾ ആ ചരക്ക് നീക്കം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് അന്നത്തെ യുദ്ധം കൊണ്ടുള്ള ഒരു പ്രശ്നം. ഇതിനാണ് നമ്മൾ ഭയങ്കര യുദ്ധമാണ്, നായന്മാർ അന്നത്തെ ഭയങ്കര പോരാളികളാണ്, പടയാളികളാണെന്നൊക്കെ പറയുന്നത്. ഈ റോഡ് സൈഡിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിനെയാണ് നമ്മൾ വലിയ യുദ്ധമൊക്കെ ആയിട്ട് കാണുന്നത്. അന്നുണ്ടായിരുന്ന ഡച്ചുകാർക്ക് പോലും ഇതൊരു യുദ്ധമായിട്ട് അവർക്ക് തോന്നിയില്ല എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഈ ഉന്നത കുലജാതർ എന്നറിയപ്പെടുന്ന ഒരു ടീമിൻ്റെ അവസ്ഥ. ഇതിൻ്റെ താഴെയുള്ള ജാതികളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നമ്മൾ ഈ ഉന്നത കുലജാതർ എന്തായിരുന്നു അവരുടെ കേരളത്തിലെ ജീവിത രീതി, അവരുടെ അവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചരിത്രത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ വീടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ വിദേശീയരുടെ സഞ്ചാരികളുടെ പുസ്തകങ്ങളിലൊക്കെ നായന്മാരെ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, യാതൊരുവിധ ഗൃഹോപകരണങ്ങളും ഇല്ലാത്ത ഓല കൊണ്ട് മേഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്ന, മര്യാദയ്ക്കൊരു വീട് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ആളുകളായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ. അവരുടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ തന്നെ കുമ്പിട്ട് മാത്രം കിടക്കാൻ പറ്റിയിരുന്ന കുടിലുകളായിരുന്നു ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ഈ പ്രമാണിമാരുടെയൊക്കെ വീടുകൾ പോലും അന്നുണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രം പരിശോധിച്ച് നോക്കുകയായിരുന്ന നമ്മളെന്ന് പറയുന്ന ഈ സോക്കോൾഡ് ഉന്നത കുലജാതരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്നും നമ്മൾ ഈ ആധുനിക സമൂഹത്തിൽ ഉന്നത കുലജാതരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ നമ്മൾ ഈ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മളൊരു സയൻസിൻ്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിച്ചു, സയൻസിൻ്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ സയൻസ് എന്താണ് പറയുന്നത്? ഇപ്പോൾ തന്മാത്രാ ജനിതക പഠനങ്ങൾ അല്ലെങ്കിൽ മോളിക്കുലാർ ജെനറ്റിക്സ് ഒക്കെ പറയുന്നത് കേരളത്തിലെ എല്ലാ ജാതികളും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ്. ഒരു ജാതിയും ഉന്നതരോ അല്ലെങ്കിൽ താഴ്ന്നരോ ഒന്നുമല്ല, എല്ലാ ജാതികളിലും പരസ്പരം ജീനുകൾ കലർന്നിട്ടുള്ള
കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുള്ള പരസ്പരം കലർക്കപ്പെട്ട ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ ആളുകളും എന്നാണ് നമ്മുടെ ആധുനിക ശാസ്ത്ര പഠനം പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും മേന്മയോ അല്ലെങ്കിൽ താഴ്മയോ ഒന്നും അവകാശപ്പെടാനില്ല. എല്ലാവരും പരസ്പരം കലർന്ന ആളുകൾ തന്നെയാണ്. ഇനി ആരാണ് ഉന്നത കുലജാതർ? യഥാർത്ഥത്തിൽ ആരാണ് ഉന്നത കുലജാതർ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം എന്താണ് ആ കാര്യത്തിൽ പറയുന്നത്? ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വിജയകരമായ ആഫ്രിക്കൻ ബഹിർഗമന കുടിയേറ്റം നടക്കുന്നത്. ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ. അതായത് ആഫ്രിക്കയിൽ ഉണ്ടായ ഹോമോസാപ്പിയൻസിൻ്റെ ആദ്യത്തെ വിജയകരമായ കുടിയേറ്റം നടക്കുന്നത് 70,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. ആ കുടിയേറ്റം നടത്തിയ ആളുകൾ ഉന്നത കുലജാതകരാണെങ്കിൽ നമ്മളെല്ലാവരും ഉന്നത കുലജാതർ തന്നെയാണ്. ഇനി ആ കുടിയേറ്റം നടത്തിയ ആളുകൾ ഉന്നത കുലജാതരല്ലെങ്കിൽ നമ്മളാരും ഉന്നത കുലജാതരല്ല. ഇതാണ് സയൻസ് പറയുന്നത്. ഇതായിരിക്കണം നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഒരു സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ആളുടെ കാഴ്ചപ്പാട് എപ്പോഴും അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു 3 ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഒന്ന് ചരിത്രബോധമാണ്, ഒന്ന് ശാസ്ത്രബോധമാണ്, ഒന്ന് സാമാന്യ ബോധമാണ്. ഈ 3ഉം ഉള്ള ആളുകളായിരിക്കണം ഒരു ആധുനിക പുരോഗമന സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ജീവിക്കാൻ അർഹതയുള്ള ആളുകൾ. അപ്പോൾ നമ്മളെല്ലാവരും ശാസ്ത്രബോധം, സാമാന്യബോധം, ചരിത്രബോധം ഉള്ള ആളുകളായി ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.